ബിസ്മില്ലാഹി അല്ലാഹുമ്മ ലക്കൽ ഹംദു വസ്സലാത്തൻ വസ്സലാമൻ അലാ റസൂലിഹിൽ അമീൻ. ഫിഖ് പാർട്ട് 16. വസാദിസു അത്തർതീബു കമാ ദുകിർ. വുളൂഇന്റെ 6ാമത്തെ ഫർള് ഇതുവരെ പറഞ്ഞതുപോലെ ക്രമത്തിൽ ചെയ്യലാണ്. മുഖം കഴുകിയതിന് ശേഷം കൈ കഴുകുക, അതിനുശേഷം തല തടവുക, അതിനുശേഷം ചെവി തടവി കാല് കഴുകുക. ഈ ക്രമത്തിന് വിരുദ്ധമായി വുളൂ ചെയ്താൽ സ്വഹീഹാകുന്നതല്ല. ഫലവിഖ്തസല ബിനിയ്യത്തിൽ വുളൂഇ ഫലാ യസിഹു വുളൂഉഹു ഇല്ലാ ബിത്തർതീബ്. അപ്പോൾ വുളൂഇന്റെ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഒരാൾ കുളിച്ചാൽ തർത്തീബില്ലാതെ വുളൂ സ്വഹീഹല്ല. ഷവർ ഉപയോഗിച്ചുകൊണ്ടോ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്തുകൊണ്ടോ കുളിക്കുകയാണെങ്കിൽ ആ കുളിയിലൂടെ വുളൂ ലഭിക്കണമെങ്കിൽ ഈ ക്രമം പാലിച്ചിരിക്കാൻ നിർബന്ധമാണ് എന്നർത്ഥം. അതേസമയം വലബിൻ അമസബി നിയ്യത്തിൽ വുളൂഇ അജ്സാഹു വൈലം യംകുസ് ഫിൽ ഇൻഇമാസി സമനൻ യുംകിനു ഫിഹി തർതീബു. വുളൂഇന്റെ നിയ്യത്ത് ചെയ്തുകൊണ്ട് മുങ്ങിക്കുളിക്കുകയാണെങ്കിൽ തർത്തീബ് ലഭിക്കാൻ ആവശ്യമാകുന്ന ടൈം വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടന്നിട്ടില്ലെങ്കിൽ പോലും അവന് വുളൂ ലഭിക്കും. അത് മുങ്ങിക്കുളിയുടെ പ്രത്യേകതയാണ്. അല്ലാതെ കുളിക്കുമ്പോൾ നിർബന്ധമായി തർത്തീബ് പാലിച്ചിരിക്കണം. അപ്പോൾ വുളൂ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരാളുടെ കയ്യിൽ വുളൂവിൽ വെള്ളം ചേരാത്തൊരു ഭാഗം കണ്ടാൽ എന്തു ചെയ്യണം? തർത്തീബ് നിർബന്ധമായതുകൊണ്ട് ആ ഭാഗം കഴുകി ശേഷം തല തടവി ചെവി തടവി കാൽ കഴുകൽ നിർബന്ധമാണ്. കയ്യിൻ്റെ ആ ചേരാത്ത ഭാഗം മാത്രം കഴുകി നിസ്കരിച്ച നിസ്കാരം സ്വഹീഹ് അല്ല. കാരണം കൈ സമ്പൂർണമായി കഴുകാതെ തല തടകിയത് പരിഗണിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് കാൽ കഴുകിയതും പരിഗണിക്കപ്പെടുന്നതല്ല. ഇതുപോലെ തന്നെ വുളൂ തലക്കെന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിയ്യത്ത് ചെയ്തുകൊണ്ട് രണ്ടാമത് വുളൂ തുടങ്ങേണ്ട ആവശ്യമില്ല. ഏത് അവയവത്തിലാണോ പ്രശ്നമുള്ളത് ആ അവയവവും തുടർന്നുള്ള അവയവങ്ങളും കഴുകിയാൽ മതി. ഇങ്ങനെ വുളൂ സഹിയാവാൻ ഈ തർത്തീബ് നിർബന്ധമാണ്. ഇതുപോലെ തന്നെ വുളൂയിലുള്ള സുന്നത്തുകൾ പരിഗണിക്കപ്പെടാനും ഈ ക്രമം പാലിച്ചിരിക്കണം. തല തടകി കാല് കഴുകും മുമ്പാണ് ചെവി തടകേണ്ടത്. അത് സുന്നത്താണ്. ഈ സുന്നത്ത് കിട്ടണമെങ്കിൽ ആ സമയത്തു തന്നെ ചെവി തടകണം. കാല് കഴുകിയ ശേഷം ചെവി തടകിയാൽ ആ സുന്നത്ത് ലഭ്യമല്ല. മുൻകൈകൾ കഴുകി വായിൽ വെള്ളം കൊപ്പിളിക്കും മുമ്പാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. മുൻകൈ കഴുകും മുമ്പ് തന്നെ മിസ്വാക്ക് ചെയ്താൽ അത് വുളൂഇന്റെ സുന്നത്തായിട്ട് പരിഗണിക്കപ്പെടുന്നതല്ല. അപ്പോൾ വുളൂഇന്റെ സുന്നത്തുകളായി പരിഗണിക്കപ്പെടണമെങ്കിലും അവിടെ പറഞ്ഞിട്ടുള്ള തർത്തീബ് പാലിക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ വുളൂ സഹീഹാവാൻ ഫർളിലെ തർത്തീബുകൾ പാലിക്കേണ്ടതും വുളൂഇന്റെ സുന്നത്തുകൾ കിട്ടാൻ അവിടെ പറഞ്ഞ തർത്തീബ് ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ് എന്നർത്ഥം. വലൗ അഹദസ വഅജ്നബ അജ്സാഹുൽ വുസ്ലു അൻഹുമാ ബിനിയ്യതിഹി മിൻ വരി തർത്തീബിൻ ലിൻതിറാജിൽ അസ്ഗരി ഫിൽ അക്ബർ. മുങ്ങിക്കുളിച്ചാൽ വുളൂ ലഭിക്കാൻ തർത്തീബ് വേണ്ട എന്ന് പറഞ്ഞതുപോലെ ചെറിയ അശുദ്ധിയും ജനാബത്തുമുള്ള ഒരാൾ ജനാബത്തിന് വേണ്ടിയുള്ള കുടികളെ നിയ്യത്ത് വെച്ചുകൊണ്ട് കുളിച്ചാൽ അതോടൊപ്പം ചെറിയ ശുദ്ധിയും ഉയർന്നു പോകും. കാരണം ചെറിയ ശുദ്ധി വലിയ ശുദ്ധിയിൽ ഉൾപ്പെടും. ഒരാൾ കുളിക്കാൻ തുടങ്ങുന്നത് കാലിൽ വെള്ളം പാർന്നുകൊണ്ടാണ്, നിയ്യത്ത് വെച്ചുകൊണ്ട്. അങ്ങനെ മേലോട്ടാവും അദ്ദേഹം വെള്ളം പാർന്ന് കുളിച്ച് വൃത്തിയായത്. എന്നാൽ പോലും വുളൂ ലഭിക്കും. കാരണം വലിയ അശുദ്ധി ഉയർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ചെറിയ ശുദ്ധിക്ക് പ്രസക്തിയില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുളിക്കിടയിൽ വുളൂ മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം മുൻകൈയ്യൻ്റെ പള്ള കൊണ്ട് ഉഹ്യഭാഗം സ്പർശിക്കാൻ പാടില്ല. അതൊക്കെ സൂക്ഷിച്ചുകൊണ്ടാണെങ്കിൽ വലിയ അശുദ്ധി ഉയരുന്ന സമയത്ത് ചെറിയ അശുദ്ധിയും ഉയരും. തർത്തീബ് പാലിക്കേണ്ടതില്ല. വുളൂവിൻ്റെ പ്രത്യേകമായ നിയ്യത്തും അനിവാര്യമില്ല. ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, പിന്നീട് വരുന്നുണ്ട് ആ മസ്അല. എന്നാലും കൈക്ക് മുറിവ് പറ്റി അവിടെ ബാൻഡേജ് ഇട്ടു വെള്ളം ചേരാത്ത സാഹചര്യം വന്നാൽ തയമ്മും ചെയ്യേണ്ടി വരും.
കൈക്ക് വേണ്ടിയാണ് തയമ്മും എന്നതുകൊണ്ട് തന്നെ തർത്തീബ് അനിവാര്യമാണ് എന്ന് ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് മുഖം കഴുകി തല തടകും മുമ്പ് കൈ ശുദ്ധിയാക്കേണ്ടതുണ്ട്. കൈ ശുദ്ധിയാകണമെങ്കിൽ കൈയിൻ്റെ മുറിവില്ലാത്ത ഭാഗങ്ങൾ കഴുകുകയും മുറിഞ്ഞ ഭാഗത്തിന് വേണ്ടി തയമ്മും ചെയ്യുകയും വേണം. അപ്പോൾ ഇടയ്ക്ക് തയമ്മും കയറി വരും തർത്തീബ് ശ്രദ്ധിക്കുമ്പോൾ എന്നർത്ഥം. ആ നിലക്ക് തർത്തീബോടുകൂടെ വുളു എടുക്കാനുള്ള ശ്രമം അത്തരം ആളുകൾ നടത്തേണ്ടതാണ്.